എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസും മുട്ടയും കൂടെ ഉള്ളൊരു കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ ലക്ഷ്മി നായർ വ്ളോഗ്സിൽ ഉള്ള ഒരു റെസിപ്പി കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. വളരെ സക്സസ്ഫുൾ ആണ്. പിന്നെ അതിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ നീ പറ. അതെ, ഇപ്പം നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറി നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തലേദിവസമേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസമല്ലേ കുക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ മറവി. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിൽ ഗ്രീൻ പീസ് ഇട്ട് വെച്ചിട്ട് ആവി പോവാതെ അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഗ്രീൻ പീസ് എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല കുതിർന്നിരിക്കും. അതെ, കുതിർന്നിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്. ഗീതക്കുഞ്ഞമ്മ സ്ഥിരം മറന്നു പോകുന്ന ആളാണ് ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ. അപ്പോൾ പുള്ളിക്കാരി സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നമ്മൾ സാധാരണ വീഡിയോസിലെല്ലാം ഇതുപോലെ തന്നെ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഇനിയും തുടർന്ന് കാണണം, കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ ഉണ്ട് അതിൻ്റെ താഴെ, അതും പ്രസ് ചെയ്യണം. എന്നാലേ നമ്മുടെ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കുക്ക് ചെയ്ത് വരാം. ഇത് 1 കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട ഗ്രീൻ പീസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇത് കുതിർക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഇതിട്ട ഒരു അരമണിക്കൂർ അടച്ചു വെക്കുക. അതായത് അതിൻ്റെ ആവി പോവാതെ അരമണിക്കൂർ അടച്ചു വെച്ച ശേഷം അത് അത്യാവശ്യം കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിള വന്നു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. ആവി ഒട്ടും പുറത്ത് പോകരുത്. ഒരു അരമണിക്കൂർ അങ്ങനെ ഇത് ഇരിക്കണം. ഇതിപ്പോൾ അരമണിക്കൂർ ഞാൻ അടച്ചു വെച്ചതിന് ശേഷമുള്ളൊരു ഇതാണ്. കണ്ടോ, കുതിർന്ന പോലെ ഇരിക്കുന്നില്ലേ? ഇനി ഞാനിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി ഞാൻ ഗ്രീൻ ബീൻസിന് വേണ്ട കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഞാൻ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ്. ഉള്ളി മൂക്കുന്ന സമയത്ത് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം.
ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി, ഒരുപാട് അങ്ങ് മൂത്തങ്ങ് പോകണ്ട. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇടാം, പിന്നെ ബാക്കി നമുക്ക് പിന്നെ ഇടാം. ഇനി ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഗ്രീൻ പീസിന് കുറച്ച് ഉപ്പ് ഒഴിച്ചാണ് ചെയ്തത്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു വെള്ളം വറ്റി ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ട് അത് ഞാൻ വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ മതിയാവും ഗ്രീൻ പീസ് വേവാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മുളക് പൊടി. ഇപ്പോൾ എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടി മുട്ടയുടെ കൂടെ ചേർത്തതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് വിതറാം, കാരണം കുരുമുളക് പൊടി ഇവിടെ നമുക്കൊരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഇപ്പം മുളക് പൊടിയാണ് എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.25-1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. അത് നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് മാറ്റാം കേട്ടോ. ഇവിടെ കുറച്ച് എരി കുഴപ്പമില്ല, എരി ഇച്ചിരി ആണെങ്കിലും ഇവിടെ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചേർത്തത്. ഇതിപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, നമ്മുടെ ഈ മുട്ടയും ഗ്രീൻ പീസും എല്ലാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചേർക്കാനായിട്ട്. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതല്ല ഇപ്പം ഇങ്ങനെ സെപ്പറേറ്റ് പിന്നാണെങ്കിൽ വറുത്ത് ചേർക്കണമെന്നില്ല തേങ്ങാക്കൊത്ത്. ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ടെന്ന് വറുത്താലും മതി. ഞാൻ ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഒന്ന് നന്നായിട്ടൊരു ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, ഒത്തിരി ഇടണ്ട, വേണ്ടായെന്നുണ്ടെങ്കിൽ ഇടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വീക്ക്നെസ് ആണ് കുരുമുളക് പൊടി, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കായം, ഒരു മണത്തിന് മതി, ഒരുപാട് വേണ്ട. ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യും.